ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഈ ബട്ടർഫ്ലൈ ബൊക്കെ ഉണ്ടാക്കണം ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് അത് നടന്നത്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള ബട്ടർഫ്ലൈസിനെ എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് പിൻട്രസ്റ്റ് തുറന്നിട്ട് അതിൽ ബ്ലൂ ബട്ടർഫ്ലൈ പ്രിൻ്റബിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ബട്ടർഫ്ലൈസിൻ്റെ സ്റ്റിക്കേഴ്സ് കുറേ കാണും. അതിൽ ഫസ്റ്റ് വരുന്ന ബട്ടർഫ്ലൈസിൻ്റെ സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് A3 ഡോക്യുമെൻറ്റ് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിലേക്ക് ഈ നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈ സ്റ്റിക്കറില്ലേ അത് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 എണ്ണം പ്ലേസ് ചെയ്യണം. അതായത് A3 ആണല്ലോ നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത്, A4 സൈസുള്ളതാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത്. അപ്പോൾ അത് 2 എണ്ണം സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കണം. A3 ലേസർ പ്രിൻ്റ് ആണ് കേട്ടോ എടുക്കേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ ബട്ടർഫ്ലൈസിൻ്റെ ഷേപ്പിലൊന്ന് നല്ലപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 15 ബട്ടർഫ്ലൈസിനാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ചെറുങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ബാംബൂ സ്റ്റിക്ക് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണ് ഈ ബട്ടർഫ്ലൈൻ്റെ മുകളിലൊന്ന് ആക്കി കൊടുത്തിട്ട് ആ ബാംബൂ സ്റ്റിക്ക് അതിൻ്റെ മുകളിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ എല്ലാം നമ്മൾ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെല്ലാ ബട്ടർഫ്ലൈസും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെലോഫിൻ ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. ബട്ടർഫ്ലൈസിനെ കവർ ചെയ്യാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് സെലോഫിൻ ഷീറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത സെലോഫിൻ ഷീറ്റാണിത്. ഇത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് 4 ഭാഗവും ഫോൾഡ് ചെയ്ത് സ്ക്വയർ ആക്കിയിട്ട് ആ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ബട്ടർഫ്ലൈ സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് വെച്ച് നോക്കാം. ഇനി നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഈ സെലോഫിൻ ഷീറ്റ്. അപ്പോൾ നമ്മൾ പകുതി പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ഓരോ സ്റ്റിക്കും ഇപ്പോൾ ഒരുമിച്ച് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു 4 എണ്ണം എടുത്തിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കാരണം എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആദ്യം ഞാൻ 4 എണ്ണം മാത്രം എടുത്തിട്ടൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ബാക്കിയുള്ള കുറച്ചെണ്ണം കൂടി എടുത്തിട്ട് സെല്ലോ ടേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഭയങ്കര ടാസ്ക്കുള്ള പണിയാണ് കേട്ടോ. കാരണം ഈ സെല്ലോ ടാപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മൾ നേരത്തെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഗ്ലൂ ഗൺ കൊണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ബട്ടർഫ്ലൈസ് ചിലതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് താഴത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് ചെയ്തത്. ആ പൊളിഞ്ഞു പോയ ബട്ടർഫ്ലൈസിനെ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിക്ക് ചെയ്തൊക്കെ കൊടുക്കണം. അപ്പോൾ കുറച്ച് റിസ്ക്കുള്ള പ്രോസസ്സാണിത്. ഇനി നമുക്കിതിലേക്ക് ലൈറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഫെയറി ലൈറ്റ്സ് എന്നാണ് ഇതിന് പറയുക. അപ്പം ഈ ഒരു ലൈറ്റ് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് എന്താ പറയുക, ബട്ടർഫ്ലൈസിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിൽ കൂടി എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആ ലൈറ്റ്സ് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം താഴത്തുള്ള ഗ്യാപ്പ് കൂടി ഇട്ടിട്ട് മുകളിലേക്ക് എടുത്താൽ മതി. പിന്നെ ആ സ്വിച്ച് വരുന്ന ഭാഗം താഴത്തോട്ട് തൂക്കിയിടാനുള്ളതാണ്. അപ്പോൾ ലൈറ്റ്സൊക്കെ സെറ്റാക്കി ഇനി ഒന്ന് ഓണാക്കി നോക്കാം. ഫെയറി ലൈറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബൊക്കെ ഷീറ്റ് കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിന് ഞാനൊരു ബ്ലൂ ബൊക്കെ ഷീറ്റാണ് എടുത്തത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം ബൊക്കെ ഷീറ്റ് നമ്മൾ 4 എണ്ണമായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഈ ഒരു ഷീറ്റ്. ഇനി ആ 4 പീസും ഇതുപോലെ മടക്കിയിട്ടൊന്ന് സെല്ലോ ടാപ്പ് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ 4 പീസ് നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ ബൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് സെല്ലോ ടാപ്പ് ചുറ്റിലും ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ 4 സൈഡും ബൊക്കെ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ട് ഇപ്പോൾ നല്ല സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഫെയറി ബൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.